നമസ്കാരം സുഹൃത്തുക്കളെ, അലൈൻ ജസ്റ്റിലാണ്. നമ്മൾ ഈ അലൈനിലുള്ള ഒരു ഭാഗ്യം ചെയ്തവരാണ്, പ്രത്യേകിച്ച് ഫാമിലീസ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രവാസ ലോകത്ത് വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളുടെയൊക്കെ കലാപരമായിട്ടുള്ള അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പല അവസരങ്ങളും നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് പല അവസരങ്ങളെല്ലാം ഉണ്ട്. അത് ഈ പ്രവാസ ലോകത്ത് വന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അത് നഷ്ടപ്പെടാറുണ്ട്. നമ്മളെ മക്കളെ പല കലാപരിപാടികളും പങ്കെടുപ്പിക്കാൻ പറ്റാതെ അങ്ങനെ കഷ്ടപ്പെടാറുണ്ട്. നമ്മൾ ഈ അലൈനിലുള്ള ഫാമിലീസിന് അത് അങ്ങനെ കുറവില്ല. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലൈനിൽ ഒരുപാട് സംഘടനകളുണ്ട്. എടുത്തു പറയേണ്ടത് അലൈനിലെ മലയാള സമാജം. റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾക്കറിയാം ഈ ഉത്സവം, അത് അലൈൻ മലയാള സമാജത്തിൻ്റെ അണ്ടറിൽ മധുര മലയാളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അലൈനിലുള്ള ഫാമിലീസിനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് അവസരങ്ങൾ അലൈനിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ കിട്ടാത്ത അവസരങ്ങൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്ക് അത് വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഡിസംബർ 12 വെള്ളിയാഴ്ച, 13 ശനിയാഴ്ച, 14 ഞായറാഴ്ച ദിവസങ്ങളിലായിട്ട് അലൈനിൽ വമ്പൻ പരിപാടി നടക്കുന്നുണ്ട്. എക്സ്പ്രഷൻ 2025 എന്നാണ് ഈ പരിപാടിയുടെ പേര്. അലൈൻ മലയാള സമാജം അണിയിച്ചൊരുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മളുടെ അലൈൻ മലയാള സമാജത്തിന്റെ മീഡിയ സെക്രട്ടറി ശ്രീമതി ബബിത ടീച്ചറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടീച്ചറെ എടുത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കാം. ടീച്ചറെ നമസ്കാരം. എന്താ വിശേഷങ്ങള്? കഴിഞ്ഞ തവണ നമ്മളുടെ ഉത്സവത്തിന്റെ വീഡിയോ അതിൽ ടീച്ചറാണല്ലോ കാര്യങ്ങൾ പറഞ്ഞത്. അലൈൻ മലയാള സമാജത്തിന്റെ ഇതിൽ ഇങ്ങനെ ഇത്രയും ജനങ്ങള് തിങ്ങിഞ്ഞെറിങ്ങിയ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല എന്നല്ല പറയാം. അത് ശരിക്കും നമ്മൾ അലൈനിലുള്ള ജനങ്ങളിലേക്ക് ശരിക്കും ആ ഒരു വാർത്ത എത്തി. അപ്പൊ അതിന് ആദ്യം തന്നെ നന്ദി പറയാണ്. അലൈൻ മലയാള സമാജം നടത്തുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ടീച്ചർ അലൈൻ മലയാള സമാജത്തിന്റെ മീഡിയ സെക്രട്ടറി ആണല്ലോ. ടീച്ചർ തന്നെ യു എയിൽ മൊത്തം ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിന്റെ തിരക്കിലാണ്. അപ്പൊ പറയാം, കൂടുതൽ വിവരങ്ങൾക്കായിട്ട് പറയാം. അലൈനിലെ പുരോഗമന സംഘടനയായിട്ടുള്ള അലൈൻ മലയാളി സമാജം നടത്തുന്ന കലാശാസ്ത്ര സാഹിത്യ മേളയായിട്ടുള്ള എക്സ്പ്രഷൻസ് 2025 ഈ മാസം ഡിസംബർ 12, 13, 14 തീയതികളിൽ അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ വെച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ എന്താണ് ശരിക്കും എക്സ്പ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണയായി നമ്മൾ ഈ യു എയിലെ മുഴുവൻ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഉള്ള 61 പരം മത്സര ഇനങ്ങളാണ് നമ്മുടെ യു എയുടെ 7 എമിറേറ്റ്സിൽ നിന്നുള്ളവർക്കും പങ്കെടുക്കാം. അപ്പൊ അങ്ങനെയുള്ള 61 പരം മത്സര ഇനങ്ങൾ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഏത് പല കുട്ടികളുണ്ടാവുമല്ലോ, സാഹിത്യത്തില് അഭിരുചിയിലുള്ളവര് അല്ലെങ്കിൽ നൃത്ത ഇതിലുള്ളവര്. അപ്പൊ ഏത് കുട്ടികൾക്കാണെങ്കിലും പങ്കെടുക്കാം. KG 1 തൊട്ട് ഗ്രേഡ് 12 വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നൃത്ത ഇനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതനാട്യം ഉണ്ട്, മോഹിനിയാട്ടം ഉണ്ട്, നാടോടി നൃത്തം ഉണ്ട്, പിന്നെ സ്റ്റെപ്സ് ആൻഡ് സിംഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ലളിതഗാന മത്സരം, മാപ്പിളപ്പാട്ട്, പെൻസിൽ ഡ്രോയിങ്, റൂബിക്സ് ക്യൂബ്, ഇന്റലിജൻസിന്റെ സയൻസ് ടോക്ക്. അപ്പൊ അങ്ങനെയുള്ള പല ഒരുപാട് കുട്ടികൾക്ക് എന്താണോ അവർക്ക് അഭിരുചി എന്നുള്ളതനുസരിച്ച് അതിനനുസരിച്ച് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു മത്സരമാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഈ ഒരുപാട് ആകാംക്ഷയോടെയാണ് ഈ മത്സര ഇനം നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ യു എയിലുള്ള എല്ലാ എമിറേറ്റിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കാറുണ്ട്. നാട്ടിലെ യൂത്ത് ഫെസ്റ്റിവൽ പോലെ തന്നെ അത്രയും തന്നെ സ്ട്രോങ് ആയിട്ടാണ് കുട്ടികൾ ഇവിടെ പങ്കെടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ, അപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്? രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷനും ഉണ്ട്. ഇപ്പൊ ഒരു ലിങ്ക് നമ്മൾ ഫേസ്ബുക്ക് പേജിൽ, അലൈൻ മലയാളി സമാജത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നമുക്ക് വേണേൽ രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടാവും. ആ ദിവസം വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രൈഡേ ആണ്, ജോലിയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ടൈമിംഗ് എങ്ങനെയാ വരുന്നത് എന്ന് പറഞ്ഞാല് നമ്മള് വെള്ളിയാഴ്ച 12-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഹിന്ദി കരോക്കെ തൊട്ട് തുടങ്ങുന്ന മത്സര ഇനങ്ങള്. ഇത് നമ്മുടെ വെള്ളിയാഴ്ച തുടങ്ങുന്നത് വൈകുന്നേരം 6 മണിക്ക്. അത് എത്ര മണി വരെ ഉണ്ടാവും അന്നത്തെ പരിപാടി? നമ്മളൊരു 10-11 മണി വരെ. അത് കഴിഞ്ഞു പിന്നെ സാറ്റർഡേ നമുക്ക് രാവിലെ മുതൽ രാവിലെ ഒരു 8-9 മണി മുതൽ രാത്രി വരെ. അതുപോലെ തന്നെ ഞായറാഴ്ച അതുപോലെ തന്നെ ഫുൾ ഡേ ആണ്. 12, 13, 14 അങ്ങനെ 13, 14 ഫുൾ ഡേ. അപ്പൊ മറക്കണ്ട, നമ്മള് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുന്ന അലൈൻ മലയാളി സമാജം സംഘടിപ്പിക്കുന്ന ഇന്റർ UAE ശാസ്ത്ര സാഹിത്യ കലാമേളയുടെ തുടക്കം ഈ വെള്ളിയാഴ്ച ഡിസംബർ 12, 13, 14 ദിവസങ്ങളിൽ അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ജയമോ തോൽവിയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവരെ ഈ പ്ലാറ്റ്ഫോം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അവരെ അവിടെ എത്തിക്കുക. പേരൻസ്, മക്കൾ ഉൾപ്പെടെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുക, വിജയിപ്പിക്കുക. താങ്ക് യു.
അപ്പോൾ അലൈനെ സംബന്ധിച്ചിട്ടുള്ള ഇതുപോലെ പുതിയ പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് ആ ഫോളോ ബട്ടണിൽ ഒരു കുത്തു കൊടുത്തോ. അപ്പോൾ വീണ്ടും കാണും വരെ സ്നേഹപൂർവ്വം ജസ്ലലി, ബൈ.